ഈ ഈ പള്ളിയുടെ പെരുന്നാളായിരുന്നു ഈ കുറച്ച് മുമ്പ് കഴിഞ്ഞത്. ആ പെരുന്നാളോടനുബന്ധിച്ച് കലാപരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ഗാനമേളയായിരുന്നു. കാത്തുക്കുട്ടി കേദാർനാഥും പ്രൊഫഷണലായിട്ട് പാടാൻ പോകുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ ഇവരുടെ ടീമിൻ്റെയാണ് ഗാനമേള ഇവരുടേതാണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളോട് അവർ ഇങ്ങനെ സമീപിക്കുകയും നിങ്ങളെ ഗാനമേള എത്രയാണ് ഒന്ന് അന്വേഷിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ആ ഗാനമേളയിൽ പാടാൻ പറ്റിയിട്ടില്ല. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഗാനമേള പാടാൻ പറ്റാത്തത് കൊണ്ട് ഇവൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അതായത് ഈ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം നമ്മളെ സാറിൻ്റെ മകൻ്റെ കല്യാണം. അപ്പോൾ അതിന് ഞങ്ങളെ ഗാനമേള മുന്നേ ഏൽപ്പിച്ചതാണ് പാടാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളത് റെഡി, അതായത് ഹാളിൽ പാടണം എന്നായിരുന്നു സാറെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ ഗാനമേളയിൽ കുട്ടികൾ വിചാരിക്കുന്നത് ഞങ്ങളെ ഗാനമേള തന്നെയാണ്. ഞങ്ങളിത് ലാസ്റ്റാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഇവൻ അറിഞ്ഞപ്പോൾ, അതായത് നമ്മുടെ പാട്ടല്ല എന്നറിഞ്ഞപ്പോൾ രണ്ടുപേർക്കും വിഷമമായി. ഞാനത് അറിയുന്നില്ല. കേദാർനാഥ് ഇവൻ്റെ കൂട്ടുകാരോട് പോയി പറഞ്ഞു, അതുപോലെ കാത്തുക്കുട്ടിയും പറഞ്ഞു, ഞങ്ങളുടെ ഗാനമേള കാണാൻ വരണം, ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പാടുന്നതാണ് ഒരു അഭിമാനമാണ്, ഞങ്ങളെ പാട്ട് കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഇല്ലയെന്നറിഞ്ഞപ്പോൾ കേദാർനാഥിന് ഭയങ്കര വിഷമമായി. അവനൊരു ഒരു സൈലൻ്റായിട്ട് പോകുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഈ 1-2 ദിവസം ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഈ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഇവൻ ഒരു ദിവസം രാവിലെ എന്നോട് പറയുന്നത്, അച്ഛാ എനിക്ക് സാറെ മോൻ്റെ കല്യാണത്തിന് എനിക്ക് പള്ളിയിലൊരു പാട്ട് പാടാൻ അവസരം തരുമെന്ന് എന്നോട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അതങ്ങനെ പാടാൻ ബുദ്ധിമുട്ടായിരിക്കും, നമ്മളൊരു ഹിന്ദു സമൂഹത്തിൽ പിറന്നതായതുകൊണ്ട് അത് പാടാൻ എനിക്കറിയില്ലെന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു, അച്ഛനൊന്ന് ചോദിക്കുക സാറിനോട്, ഒരുപക്ഷെ സമ്മതിച്ചെങ്കിലും. ഞാൻ സാറിനെ ബന്ധപ്പെടുകയും സാറത് പള്ളിയിൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പള്ളിയിൽ അച്ഛൻ അത് സമ്മതിച്ചു. അത് നല്ല മക്കളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ സമ്മതിക്കുകയും അങ്ങനെയാണ് ആ പാട്ട് പള്ളിയിൽ പാടാനുള്ള ആ ഒരു സാഹചര്യം. അത് ഞാൻ വിചാരിക്കുന്നു എൻ്റെ മകനിലൂടെ ഈശോയി വന്ന് എന്താ പറയുക, അവൻ്റെ വിഷമങ്ങൾ കണ്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അവൻ്റെ കൂട്ടുകാരെ മുന്നിൽ പാടാൻ പറ്റാത്തതിൻ്റെ ആ വിഷമം ഈ ലോകത്തിന് മൊത്തം കാണിച്ചു കൊടുത്തു. അതിൽ ഞങ്ങൾ ഒരുപാട് ദൈവത്തിന് കടപ്പെട്ടിരിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് നന്ദി ഞങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പം ഒരുപാട് ചാനലുകൾ വന്നു ഞങ്ങളെ സമീപിച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഈശ്വരൻ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്തേക്ക്. നിങ്ങൾക്ക് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ്. ഇത് മനുഷ്യനൊരു പദ്ധതി വിഭാവനം ചെയ്തു, പക്ഷേ അതിൽ നിന്നും ഒരു വലിയ വേദന കേദാർനാഥിന് ഉണ്ടാകുകയും ശരിക്കും പറഞ്ഞാൽ അതിലൂടെ ദൈവം മറ്റൊരു വലിയ വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ വേദനകൾ അത് ദൈവിക പദ്ധതിയിൽ വലിയ അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന സംഭവങ്ങളാണ്, അവസരങ്ങളാണെന്ന് മനസ്സിലാക്കുകയാണ്. രാത്രി ഉറങ്ങിയപ്പോൾ കേദാർനാഥിന് തോന്നുകയാണ്, ഇല്ല, എനിക്ക് ദേവാലയത്തിൽ പാടണം, പള്ളിയിൽ പാടണം. കേദാർനാഥിൻ്റെ ആ ഒരു രോദനം സർവശക്തനായ ദൈവം കേട്ട് അവന് പള്ളിയിൽ അവൻ്റെ ആഗ്രഹം, ആ കൊച്ചു മനസ്സിൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു കൊടുത്ത് ദേവാലയത്തിൽ തന്നെ പാടുവാനും, അതും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പാടുവാനും വലിയ അവസരം ദൈവം ഒരുക്കി കൊടുത്തു. ഇപ്പോൾ കേദാർനാഥ് എങ്ങനെ, സന്തോഷമാണോ? ഒരുപാട് സന്തോഷമാണ്. എങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ടിൻ്റെ ഒരു 4 ലൈൻ ഒന്ന് ഒരുമിച്ച് പാടിയാലോ? അല്ലേ? ദൈവം തന്ന ആ വലിയ അനുഗ്രഹം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ചൊരു 4 ലൈൻ ഒരുമിച്ചൊന്ന് പാടുന്നു. എന്താ കാത്തുമോളെ, കൂടുതലല്ലേ? ഓക്കെ, എന്നാൽ അടിപൊളിയായിട്ട് നമുക്കൊന്ന് പാടാം. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാറന്നാലും കൂട്ടാൻ മറക്കാത്ത തളരാത്ത തായ്ഭാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും കൂട്ടാൻ
ദിവ്യകാരുണ്യമേ